ഈ പദ്ധതി നേരത്തെ ഗോപിച്ചേട്ടൻ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഇപ്പോൾ ഷംസി പറയുന്ന പോലെ ഏതെങ്കിലും സാങ്കേതിക കാരണം പറഞ്ഞിട്ടല്ല അന്ന് UDF എതിർത്തത്. അന്ന് UDF പക്കാ രാഷ്ട്രീയം പറയുകയായിരുന്നു. എന്തായിരുന്നു രാഷ്ട്രീയം? ഇത് സംഘപരിവാറിന്റെ പ്ലാനാണ്. സംഘപരിവാറിനെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യരിക്കാനുള്ള പ്ലാനാണ് NEP PM ശ്രീ. അതിനടിപ്പെടുകയാണ് പിണറായി വിജയൻ സർക്കാർ ചെയ്യുന്നത്. ഏതെങ്കിലും തരത്തിൽ പണം കിട്ടോ ഇല്ലയോ ഒന്നൊന്നുമല്ല പറഞ്ഞത്. അങ്ങേയറ്റം രാഷ്ട്രീയം മാത്രം പറഞ്ഞത് ടീം UDF പറഞ്ഞു, VD സതീശൻ പറഞ്ഞു, ലീഗ് പറഞ്ഞു, MSF PK നവാസ് അവിടെ സെക്രട്ടറിയുടെ മുന്നിൽ പ്രതിഷേധിച്ചു. അടികൊണ്ട് വെള്ളം ഈ പറഞ്ഞ വാട്ടർ ജലപീരങ്കി കൊണ്ട് വെള്ളമടിയേറ്റവരാണ്. ജനങ്ങളെ പുച്ഛിക്കുന്ന തരത്തിലാണ് KPCC പ്രസിഡന്റ് കൂടിയായ മന്ത്രി സണ്ണി ജോസഫ് പ്രവർത്തിച്ചത്. അധികാരം കിട്ടി 2 ആഴ്ച തികയും മുമ്പേ സ്വന്തം സഹോദരി ഭർത്താവിനെ സ്വന്തം സ്റ്റാഫിൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി ഉയർന്ന ശമ്പള നിരക്കിൽ നിയമിച്ചിരിക്കുകയാണ്. നമസ്കാരം. നമ്മൾ ഇതിനു മുമ്പുള്ള ചില വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ നാട്ടിൽ ഒരു 75% പ്രശ്നങ്ങൾക്കും കാരണം ഈ മാധ്യമങ്ങളാണ്, അല്ലെങ്കിൽ ചില മാധ്യമ പ്രവർത്തകരെങ്കിലുമാണെന്നുള്ളത്. ആദ്യത്തെ ആളെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും, ന്യൂസ് 24 ഹാഷ്മിയാണ്. രണ്ടാമത്തത് ഏഷ്യാനെറ്റിലെ ബിനു വി ജോണാണ്. ഈ രണ്ടുപേരുടെയും വാർത്താ അവതരണ രീതി നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. ഈ അന്തിച്ചർച്ചകളിലൊക്കെ ഹാഷ്മി വളരെ കൊച്ചു വിഷയമായിരിക്കും കേട്ടോ, വലിയ പ്രാധാന്യമൊന്നും ഉണ്ടാവില്ല. അവർക്ക് ഈ റേറ്റിങ്ങിന് വേണ്ടിയിട്ട് ഹാഷ്മി ആകട്ടെ ഒരു 5 മിനിറ്റ് ഈ മാലപ്പടക്കം പൊട്ടിക്കണ മാതിരിയാണ് ഈ ഇൻട്രോ പറയുക. ഒരു കഥാപ്രാസംഗികന്റെ മികവോടുകൂടി നിർത്താതെ പൊരിക്കും. അത് കേട്ട് കഴിഞ്ഞാൽ നമ്മളെ ഭയപ്പെട്ടു പോകട്ടോ, ഈ വിഷയത്തിന് ഇത്രമാത്രമൊക്കെ പ്രാധാന്യമുണ്ടോ എന്ന് തോന്നിപ്പോകും. നമ്മൾ പോലും നിസ്സാരമായി തള്ളിയ വിഷയം ചിലപ്പോൾ നമുക്ക് ഗൗരവമാണെന്ന് തോന്നിപ്പോകും. അങ്ങനെ നമ്മളും അത് ഗൗരവമായി എടുക്കുന്ന ഒരവസ്ഥ വരും. അപ്പം അത് താനേ കിട്ടുപോകേണ്ടതാണ്. ഏത് നാട്ടിലായാലും കൊച്ചു കൊച്ചു പ്രശ്നങ്ങളും വിഷയങ്ങളൊന്നും ഇല്ലാത്തൊരു ദിവസം കടന്നു പോകില്ലല്ലോ. അതങ്ങനെ സാധാരണ കടന്നു പോയിരുന്നു ഇതിനു മുമ്പും. പ്രത്യേകിച്ചും ദൃശ്യമാധ്യമങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് അത് പത്രമാധ്യമങ്ങളിലൊക്കെ പിറ്റേ ദിവസം ഒരു വാർത്തയായി ഒരു മൂലയ്ക്ക് വന്ന് സാധാരണ പോലെ കടന്നു പോയിരുന്നപ്പോൾ ഇത്രമാത്രം പ്രശ്നമൊന്നും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ലൈവായി അതാത് ദിവസം അല്ലെങ്കിൽ അപ്പപ്പോ ഈ ജനങ്ങളിൽ എത്തിക്കുന്നതുകൊണ്ടല്ലേ അവർ ഈ കാര്യങ്ങളിലൊക്കെ പ്രതികരിക്കാൻ തുടങ്ങി. സോഷ്യൽ മീഡിയയിൽ അതിന് പ്രതികരണം നടത്തും. അപ്പം നാട്ടിലാകെ പ്രശ്നമായി തീരും. അത് മാത്രം മതി നമ്മുടെ ഇവിടെ അശാന്തി വിളയാനായിട്ട്. ഇനി മറ്റൊരു കക്ഷിയുണ്ടല്ലോ, ബിനു വി ജോൺ. അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അന്തിച്ചർച്ചയിലൊക്കെ പ്രത്യേകിച്ചും തൻ്റെ എതിരാളികളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അധിക്ഷേപിക്കാനുണ്ടെങ്കിൽ ഈ ഇടവേള വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് മുഴുവൻ അങ്ങോട്ട് പുറത്തേക്ക് വിട്ടിട്ട് പടവോ എന്ന് പറഞ്ഞിട്ട് ഈ ഇടവേളയ്ക്ക് ഒരു പോക്കാണ്. പിന്നെ അതിന് മറുപടി പറയാൻ പോലും ഈ പറ്റിയ പാർട്ടികൾക്ക്, അതുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടികൾക്ക് അവസരം കിട്ടില്ല. അങ്ങനെ തൻ്റെ ഉള്ളിലുള്ള സകല ക്ഷോഭവും അങ്ങനെ പറഞ്ഞു തീർക്കും. അതും ഈ നാട്ടുകാർ കേൾക്കുന്നുണ്ടല്ലോ, അത് ആഗ്രഹിക്കുന്ന കുറേ പേരെങ്കിലും ഉണ്ടാവും. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, കഴിഞ്ഞൊരു 10 വർഷമായിട്ട് ഇവിടെ ഭരണത്തിലിരുന്ന പിണറായി വിജയനെയും LDFനെയും എങ്ങനെയെങ്കിലും താഴെ ഇറക്കുക എന്നൊരു ദൗത്യത്തിൽ ഏർപ്പെട്ട കുറേ മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു. അത്തരത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇവർ രണ്ടുപേരും എന്നുള്ളത് കുറേ കാലത്തെ അവരുടെ വാർത്താ അവതരണ രീതിയൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഹാഷ്മി ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്ത വിഷയം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. നമ്മുടെ PM ശ്രീ പദ്ധതിയിൽ നമ്മുടെ ശിവൻകുട്ടി മന്ത്രി പോയിട്ട് ആരും അറിയാതെ ഒപ്പിട്ടു പോന്നു എന്നും അത് BJP ആയിട്ടുള്ള ഒരു ഡീലായിരുന്നു എന്നൊക്കെ UDF ആക്ഷേപം ഉന്നയിച്ചപ്പോൾ ഈ ഹാഷ്മി താഹിം മണിക്കൂറുകളോളം നാവിട്ടടിച്ചതാണ് ഈ LDFനെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതേ ഹാഷ്മിക്ക് തന്നെ അതേ നാവ് കൊണ്ട് തന്നെ പറയേണ്ടി വന്നു, ഇതാ UDF അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നു എന്ന വിവരം. ഇപ്പം ഈ UDF നേതാക്കൾക്ക് അറിയോ എന്തുമാത്രം പെയിനാ നമ്മുടെ ഹാഷ്മിയും കൂട്ടരും ഒക്കെ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഈ BJPയും CPMും തമ്മിൽ ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാനായിട്ട് അതൊക്കെ ഇപ്പോൾ അവർ പുല്ലുവില കൽപ്പിച്ചിട്ട് PM ശ്രീ ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങിയാൽ ഹാഷ്മിക്ക് ദേഷ്യം വരാതിരിക്കുമോ? അതാണിപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് കണ്ടത്. ഏറെക്കുറെ സമാനമാണ് കേട്ടോ ബിനു വി ജോണിന്റെയും കഥ. ഈ UDFനെ ഒന്ന് അധികാരത്തിലേറ്റാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടതൊക്കെ നമുക്കറിയാൻ പറ്റും. അപ്പോഴാണ് പുതിയ മന്ത്രിസഭ വരികയും അതിലെ പ്രധാനി തന്നെ സ്വന്തം അളിയനെ ഒരു പ്രധാന സ്ഥാനത്ത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ അടങ്ങിയിരിക്കാൻ പറ്റുമോ? എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒന്ന് അധികാരത്തിലേറ്റാൻ ശ്രമിച്ചത്. ഇപ്പം അതിൻ്റെ പേര് ദോഷം ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ഉണ്ടാക്കിയില്ലേ എന്നുള്ള രോഷം സഹിക്കാൻ പറ്റുമോ? ഇതേ ആക്ഷേപത്തിന് വേണ്ടിയിട്ട് വായിട്ടടിച്ച ആളാണ് ബിനു വി ജോൺ. അങ്ങനെ ഒരു ദോഷം ഈ UDF ഉണ്ടാക്കി കഴിഞ്ഞാൽ മോശമായി പോയില്ലേ? അപ്പോൾ ഒരു നിവൃത്തിയില്ലാതെ ആ വിഷയവും ബിനു വി ജോണിന് ഇവിടെ ചർച്ച ചെയ്യേണ്ടി വന്നു എന്നുള്ള ഒരു ഗതികേടാണ് നമ്മൾ കണ്ടത്. നന്ദി, നമസ്കാരം. ഇത്തരം തമാശകൾ തുടർന്നുമുണ്ടാകും. അതൊക്കെ കാണാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ.